ശാസ്ത്രീയ ഉപനിഷത്ത് പഠനം ക്ലാസ് 297. നമ്മൾ 60ാമത്തെ ഉപനിഷത്തായിട്ട് ശ്വേതാശ്വതരോപനിഷത്താണ് നോക്കുന്നത്. ഇതിൽ 3ാമത്തെ അധ്യായത്തിൽ 1 മുതൽ 5 വരെയുള്ള മന്ത്രങ്ങളാണ് നോക്കുന്നത്. അപ്പോൾ ആദ്യം നമുക്ക് 1ലേക്ക് നോക്കാം. ഇത് ബ്രഹ്മത്തെ പറ്റിയെല്ലാം ഉള്ള പരാമർശം തന്നെയാണ്. പ്രപഞ്ചഭേദിയിൽ നിന്നുണ്ടായോ അതിനാണ് ബ്രഹ്മം എന്ന് പറയുന്നത്. യാതൊരാൾ ആർക്ക് ഇനി പറയാൻ പോകുന്ന ജ്ഞാനം മനസ്സിലാകുന്നത് എന്ത് ജ്ഞാനം? ആ പരബ്രഹ്മ പുരുഷോത്തമനാൽ ജലത്തെയും ആദ്യം ജലത്തെ സൃഷ്ടിച്ചു. പരബ്രഹ്മ പുരുഷോത്തമൻ. അപ്പം പ്രപഞ്ച സൃഷ്ടി ഏതിൽ നിന്നുണ്ടായോ അതിനെ ആരറിയുന്നു? അതാണ് ആദ്യം ജലമായി തീരുകയും മറ്റ് വിവിധ ശാസനാശക്തികൾ വഴി പല ശാസ്ത്ര തത്വത്തിൻ്റെ അടിസ്ഥാനത്തിൽ സയൻസ് ഉണ്ടായിട്ട് സയൻസിൻ്റെ അടിസ്ഥാനത്തിലാണ് എല്ലാ സൃഷ്ടിക്രമവും ആറ്റങ്ങളെല്ലാം ആയിട്ട് സൃഷ്ടിച്ചിട്ടാണ് സൃഷ്ടി നടന്നിരിക്കുന്നത്. എല്ലാ ലോകങ്ങളെയും യഥായോഗ്യം സൃഷ്ടിച്ച് പരിപാലിച്ച് ആരാൽ നിന്നാണോ പ്രപഞ്ചമുണ്ടായത് അങ്ങനെ അതൊരു പ്രപഞ്ചം സൃഷ്ടിച്ച് അതിനെ പരിപാലിക്കുകയും അതിൻ്റെ ഭരണത്താൽ അതിനെ ഭരണം നടത്തുന്നത് അത് തന്നെയാണ്. അവയെ താന്താങ്ങളുടെ കർമ്മങ്ങൾക്ക് നിയമപൂർവം അനുഷ്ഠിപ്പിച്ച് എല്ലാവരെയും സൃഷ്ടിച്ചിട്ട് അവരെ കൊണ്ട് അവരുടെ കർമ്മങ്ങളിൽ ലയിപ്പിക്കുകയാണ്. അപ്പോൾ ആ ശക്തിവിശേഷം പ്രപഞ്ചത്തെ സൃഷ്ടിച്ചു. ആദ്യം ജലമുണ്ടാക്കി, അതിലൂടെ ശാസ്ത്രതത്വത്തിൻ്റെ അടിസ്ഥാനത്തിൽ പ്രപഞ്ചമുണ്ടാക്കി, എന്നിട്ട് അതിനെ പരിപാലിക്കുന്നു, അതിനെ പുരോഗതിയിലേക്ക് നയിക്കാൻ മനുഷ്യരെല്ലാം സൃഷ്ടിക്കുന്നു. ഇതിൻ്റെ എല്ലാ ജീവജാലങ്ങളിലെയും അവയുടെ അദ്ദേഹത്തിൻ്റെ ഭരണത്തിന് കീഴിൽ തന്നെ കർമ്മങ്ങൾ അനുഷ്ഠിപ്പിച്ച് മറ്റാരുടെയും സഹായമില്ലാതെ, അതിന് ആരുടെ സഹായം ആവശ്യമില്ല, അത് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. അഖില ലോകങ്ങളുടെ ഉൽപ്പത്തി വളർച്ച മൂലാവയിൽ സമർത്ഥനായിരിക്കുന്നു. ഇതെല്ലാം ചെയ്യാനുള്ള സാമർഥ്യം അദ്ദേഹത്തിനുണ്ട്. ആ സത്യം മനസ്സിലാക്കുന്നവർക്ക് അവൻ അമരനായിത്തീരുന്നു. ഈ രഹസ്യം മുഴുവൻ മനസ്സിലാക്കുന്നവര് അമരനായിത്തീരുന്നു. അതായത് എല്ലാം ആ ശക്തി വിശേഷമാണ് സൃഷ്ടിച്ചത്. അങ്ങനെ ഒരു ശക്തി ഉണ്ടായി. ഇത് മനസ്സിലാക്കുന്നവര് അമരനായിത്തീരുന്നു. ജനന മരണ ചക്രത്തിൽ നിന്നും മോചിതനാകുന്നു. അവർക്ക് പിന്നെ ജനന മരണമില്ല. അതായത് നമുക്ക് നേടാൻ പറ്റുന്ന ഏറ്റവും വലിയ മനുഷ്യനെ നേടാൻ പറ്റുന്ന ഏറ്റവും നല്ല നിധി എന്താണ്? ജ്ഞാനം തന്നെയാണ്. ഈ പ്രപഞ്ച രഹസ്യം മുഴുവൻ മനസ്സിലാക്കുക. അതാണ് മനുഷ്യന് നേടാൻ പറ്റുന്ന ഏറ്റവും വലിയ ധനം. വിദ്യാധനം സർവധന പ്രധാനം. അപ്പോൾ ആ ധനത്തിൽ തന്നെ ഏറ്റവും വലിയ വിദ്യ ശാസ്ത്രലോകമെല്ലാം കളഞ്ഞു കെട്ടിപ്പോയത് അതിൻ്റെ അപ്പുറത്ത് ആ ബ്രഹ്മത്തെ മനസ്സിലാക്കുന്നതിലാണ്. അപ്പം ആ ബ്രഹ്മത്തെ മനസ്സിലാക്കിയവനുണ്ടെങ്കിൽ അവനാണ് ഏറ്റവും വലിയ ജ്ഞാനം തികഞ്ഞവൻ, എല്ലാ രഹസ്യവും അറിഞ്ഞവൻ. അവൻ പിന്നെ ബ്രഹ്മസാക്ഷാത്കാരം നേടിയവന് തുല്യമാണ്. ഇനി യാതൊരുവൻ തൻ്റെ ശാസനകൾ വഴി എല്ലാ ലോകങ്ങളെയും ഭരണം നടത്തി, പിന്നെ അതിനെ തന്നെ പറ്റിയാണ്. അതാണ് തൻ്റെ ശാസനകൾ. അത് കുറേ നിയമങ്ങളുടെ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. പ്രപഞ്ചത്തിൽ എന്തെല്ലാം ഉണ്ടോ അതെല്ലാം അതിൽ നിന്നും ഉത്ഭവിച്ചതാണ്. എന്നിട്ട് അതിൻ്റെ മേലെ ആ ശാസനകൾ വഴി ഭരണം നടത്തി അവരെ നിയമാനുസരണം നിയന്ത്രിച്ച് ആ നിയമങ്ങളുടെ അടിസ്ഥാനത്തിൽ തന്നെയാണ് അവയെ നിയന്ത്രിച്ച് നിർത്തുന്നത്. എല്ലാത്തിനെയും സൃഷ്ടിച്ചു, ഒരു നിയമം ഉണ്ടാക്കി എല്ലാത്തിനെയും സൃഷ്ടിച്ചു. ആ നിയമത്തിൻ്റെ അടിസ്ഥാനത്തിൽ തന്നെ അവയെ മുന്നോട്ടേക്ക് നയിച്ചു കൊണ്ടുപോകുന്നു. നിർത്തുന്നുവോ ആ രുദ്രരൂപമായ പരമേശ്വരൻ, അത് രുദ്രരൂപത്തിലാണ് ഉള്ള പരമേശ്വരനാണ്. രുദ്രൻ എന്ന് പറഞ്ഞാൽ ആറ്റത്തിലൂടെയാണല്ലോ പ്രപഞ്ചം ഉണ്ടായിരിക്കുന്നത്. അപ്പോൾ ആറ്റത്തിൽ നിന്നാണ് എല്ലാം ഉണ്ടായിരിക്കുന്നത്. അതുകൊണ്ട് രുദ്രനിൽ നിന്നാണ് എല്ലാം ഉണ്ടായിരിക്കുന്നത്. അപ്പോൾ രുദ്രരൂപത്തിലൂടെ, ആറ്റത്തിൻ്റെ രൂപത്തിലൂടെയാണ് ആ പരമേശ്വരൻ എല്ലാം ചെയ്തിരിക്കുന്നത്. അങ്ങനെയുള്ള ആ പരമേശ്വരൻ ഏകനാണ്.
അപ്പം ആ ഈശ്വരൻ ഏകനാണ്. അതാണ് ഈശ്വരൻ. അത് ഏകനാണ്, ഒറ്റക്കാണ്. ഒരൊറ്റ ഈശ്വരനെ ഇവിടെയുള്ളൂ. പക്ഷേ ഇവയെല്ലാം നിയന്ത്രിക്കാൻ അനേകരുണ്ടെങ്കിലും, പക്ഷേ കീഴെ കുറെ നിയന്ത്രിക്കാൻ വേണ്ടിയിട്ട് കുറെ ആൾക്കാരെല്ലാം ഉണ്ടാക്കിയിട്ട് ഇപ്പം മനുഷ്യരെ തന്നെ രാജാവായിട്ടും എല്ലാം പ്രതിഷ്ഠിച്ചിട്ടുണ്ട്. അല്ലെങ്കിൽ ഇന്ദ്രനുണ്ട്, മറ്റുള്ളവരെല്ലാം അതിൻ്റെ ഇടക്ക് നോക്കി നടക്കാൻ വേണ്ടി വിട്ടിട്ടുണ്ട്. അവരെല്ലാം നിയന്ത്രിക്കുന്നുണ്ടെങ്കിലും അവയെല്ലാം പരമേശ്വരൻ തന്നെയാണ്. ഇപ്പം വേറെ ആരെല്ലാം ഇവിടെ എന്തെല്ലാം രൂപത്തിൽ നിയന്ത്രിക്കുന്നുണ്ടോ അവരെല്ലാം പരമേശ്വരൻ തന്നെയാണ്. അപ്പം സൃഷ്ടി സ്ഥിതി സംഹാരത്തിനെല്ലാം കുറേ ശക്തികളുണ്ട്. ബ്രഹ്മ വിഷ്ണു മഹേശ്വരൻ അതെല്ലാം ആര് തന്നെയാണ്? രുദ്രനും എല്ലാം തന്നെയാണ് പരമേശ്വരൻ തന്നെയാണ്. പരമേശ്വരൻ തന്നെയാണ്, ആ ബ്രഹ്മം തന്നെയാണ് ഇവയെല്ലാമായിട്ട് വന്നിരിക്കുന്നത്, ഞാനായിട്ടും വന്നിരിക്കുന്നത്. അപ്പം അവയെല്ലാം നിയന്ത്രിക്കാനും നോക്കിയെടുക്കാനും വേറെ കുറേ സിബന്ധികൾ കീഴെയുണ്ട്. ഉദാഹരണമായിട്ട് ഓരോ നാട്ടിലും പോലീസ് തലവന്മാരുണ്ട്, ഭരണാധികാരികളുണ്ട്. അതെല്ലാം അത് തന്നെ വന്നതാണ് എന്നാണ് പറഞ്ഞിരിക്കുന്നത്. പക്ഷേ അങ്ങനെ പലതുണ്ടെങ്കിലും, അങ്ങനെ അനേകരുണ്ടെങ്കിലും അവയെല്ലാം പരമേശ്വരൻ തന്നെയാണെന്ന് പറഞ്ഞിട്ട് പറയുന്നു. എന്നാൽ അവരെല്ലാം ഇദ്ദേഹത്തിൽ നിന്നും ഭിന്നനാണ്. പക്ഷെ അതുകൊണ്ട് അവരെല്ലാം ബ്രഹ്മമാണെന്നൊന്നും തീരുമാനിച്ചോട്ടെ. ഞാൻ ബ്രഹ്മമാണ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് തന്നെയാണ് ഞാനായിട്ട് വന്നിരിക്കുന്നത്. അപ്പം ഞാൻ ബ്രഹ്മം തന്നെയാണെങ്കിലും എന്നെ പക്ഷെ ബ്രഹ്മമായിട്ടൊന്നും കണ്ടുകൂടാ. കാരണം ഞാൻ മായയിലകപ്പെട്ടതാണ്. ഇവരെല്ലാം മായയിലകപ്പെട്ടിട്ട് കർമ്മം ചെയ്യാണ്. ബ്രഹ്മത്തിനെന്തില്ല, ഒരു മായയുമില്ല, ആ രീതിയിലും വീഴുന്നതല്ല. ആ ഒരു വ്യത്യാസം മനസ്സിലാക്കണം. ബ്രഹ്മം തന്നെയാണ് എല്ലായിട്ടും വന്നതെങ്കിലും ഇപ്പം ഞാൻ പ്രമോദ് ഒരു നാടകത്തിൽ അഭിനയിക്കുമ്പോൾ ആ നാടകത്തിലുള്ള സ്വഭാവം ഞാൻ എൻ്റേതായിട്ട് കാണാൻ പറ്റുമോ? കാണാൻ പറ്റില്ല. അത് രണ്ട് എൻറ്റയർലി ഡിഫറെൻ്റാണ്. അതുപോലെ ബ്രഹ്മമാണ് ഈ പ്രപഞ്ചമെല്ലാമായി മാറിയത്. ശരി, എല്ലാത്തിനെയും നിയന്ത്രിക്കുന്ന അതെല്ലാം തന്നെയാണെങ്കിലും അതൊന്നും ബ്രഹ്മമായിട്ട് എടുത്തുകൂടാ. കാരണം അതെല്ലാം മായയിലകപ്പെട്ടിട്ട് ജീവിക്കുന്നവരാണ്. അവരെല്ലാം ഇദ്ദേഹത്തിൽ നിന്നും ഭിന്നനാണ്. അതിനാൽ ജ്ഞാനികൾ ഏകനായ പരബ്രഹ്മത്തെ തന്നെയാണ് ജഗത്തിൻ്റെ കാരണമെന്ന് ഒരേ സ്വരത്തിൽ പറയുന്നു. അതുകൊണ്ട് ജ്ഞാനികളായവർ പറയുന്നു ഈ പ്രപഞ്ചം ഉണ്ടാകുന്നതിൻ്റെ പിന്നിലുള്ള കാരണം ആ പരബ്രഹ്മം തന്നെയാണ്. അത് എല്ലാ ജീവികളുടെയും ഉള്ളിൽ അന്തരാമിയായിരിക്കുന്നുണ്ട്. അതാണ് എല്ലാമായി മാറിയത്. നമ്മളെ ഉള്ളിലും അതെന്തുണ്ട്, എല്ലാറ്റിലും എന്തുണ്ട്, അത് അന്തരാമിയായിട്ട് ഇരിക്കുന്നുണ്ട്. എല്ലാ ലോകവും സൃഷ്ടിച്ച് രക്ഷിച്ചു കൊണ്ടിരിക്കുന്ന പരമേശ്വരൻ പ്രളയകാലത്ത് എന്ത് ചെയ്യുന്നു? സ്വന്തമായി സ്വയം തന്നെ ഇവയെല്ലാം ഒന്നിച്ചു ചേർത്തിട്ട് തന്നിലേക്ക് ലയിപ്പിക്കുന്നു. താൻ തന്നെയാണ് ഇതെല്ലാമായിട്ട് മാറിയെങ്കിലും പ്രളയ സമയത്ത് ഇനി എല്ലാം ഒന്നിപ്പിച്ചിട്ട് തന്നിലേക്ക് ലയിപ്പിക്കുന്നു. പിന്നെ അതോടുകൂടി അദ്ദേഹത്തിൻ്റെ ഭിന്ന ഭിന്ന രൂപങ്ങൾ അപ്രത്യക്ഷമാകുന്നു. പിന്നെ ഈ ലോകത്തിൽ പ്രളയം കഴിഞ്ഞ് കഴിഞ്ഞാൽ ഒന്നുമില്ല, എല്ലാ ഈ രൂപങ്ങളായിട്ട് വന്നതെല്ലാം അപ്രത്യക്ഷമാകും. അപ്പം അങ്ങ് തന്നെ ഒരു വേഷവും കെട്ടി ഇറങ്ങുന്നു, പലതായിട്ട് പല വേഷത്തിൽ ഇറങ്ങുന്നു, എന്നിട്ട് തിരിച്ച് അതിൽ തന്നെ പോയി ലയിക്കുന്നു. ഈ അർത്ഥത്തിൽ വേണം അതിനെ മനസ്സിലാക്കാൻ. പരബ്രഹ്മ പരമേശ്വരൻ ഏകനാണ്. എപ്പോഴും ഇത് തന്നെ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. ഇങ്ങനെ അവിടെ പറഞ്ഞിട്ടും നമ്മൾ ചിന്തിക്കുന്ന എന്താണ്? ഈശ്വരൻ. നമുക്ക് ഈശ്വരൻ കുറേയുണ്ട്, 33 കോടി ദേവന്മാർ. ഈ ദേവന്മാരെയെല്ലാം പിടിച്ചിട്ട് ഈശ്വരനാക്കിയിരിക്കുകയാണ്. ഇവിടെ തന്നെ പറഞ്ഞിട്ടുണ്ട് ദേവന്മാരെയൊന്നും എന്നെ ആയിട്ട് കണ്ടുകൂടാ. ഈശ്വരൻ ഒന്നേ ഉള്ളൂ. എങ്കിലും അദ്ദേഹത്തിൻ്റെ കണ്ണുകൾ എല്ലായിടവും ഉണ്ട്. കണ്ണുകളും കൈകളും കാലുകളെല്ലാം എല്ലായിടവും ഉണ്ട്. അപ്പം അദ്ദേഹത്തിൻ്റെ കണ്ണുകളാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എൻ്റെ കണ്ണും അദ്ദേഹത്തിൻ്റെ കണ്ണിന്, ഞാൻ അദ്ദേഹമാണ് എൻ്റെ കണ്ണ്, എൻ്റെ കണ്ണിലോട്ട് അതിന് നോക്കാം.
ഇപ്പം മേശേൻ്റെ അകത്ത് എൻ്റെ മേശ കൂട്ടിയിരിക്കുക, മേശേൻ്റെ അകത്ത് അതിനെ കാണണമെങ്കിൽ മേശേൻ്റെ അകത്ത് വല്ല ബാക്ടീരിയയോ വൈറസോ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അതിൻ്റെ കണ്ണിലൂട്ടി അത് അതിനൊന്നും കണ്ണില്ല. അല്ല വേറെ വല്ല ഉറുമ്പുണ്ടാവുമല്ലോ മേശയിൽ, അതിൻ്റെ കണ്ണിലൂട്ട് അതിന് കാണും. അപ്പം എന്താ ബാക്ടീരിയക്ക് കണ്ണുണ്ടോ എന്തോ ഓർമ്മയില്ല. എന്തായാലും അതിന് പിന്നെ കണ്ണും ആവശ്യമില്ല എന്ന് പറഞ്ഞു വെച്ചിട്ടുണ്ട്. എന്ത് കാണാനുള്ള കഴിവ് അതിനുണ്ട്. എല്ലാം ഈ അതിൻ്റെ അകത്ത് കിടക്കുന്ന പേപ്പറും എല്ലാം അത് തന്നെയാണ്. അപ്പോൾ അതിന് കണ്ണുകൾ എല്ലായിടമുണ്ട്, കാലുണ്ട്, കൈകൾ വല്ലതും ഉണ്ട്. എന്തെങ്കിലും ഇവിടെ എന്തെങ്കിലും നീക്കണ്ടെങ്കിൽ അതെൻ്റെ കൈയിനെ കൊണ്ടാണ് നീക്കുന്നത്. പ്രപഞ്ചത്തിൽ മാറ്റം വരുത്താനല്ല, പുതിയ പുതിയ മാറ്റങ്ങൾ വരുത്തി. ഈ മുറി ഒന്ന് അറേഞ്ച് ചെയ്യണമെന്ന് തോന്നിയാൽ എൻ്റെ കൈ വെച്ചിട്ടാണ് അറേഞ്ച് ചെയ്തിരിക്കുന്നത്. അത്രയും എനിക്ക് റോളുള്ളൂ. അവൻ എല്ലാ ജീവികളുടെയും കർമ്മങ്ങളെ നിരന്തരം വീക്ഷിച്ചുകൊണ്ടിരിക്കുന്നു. ആരെന്ത് ചെയ്യുന്നുണ്ടെങ്കിലും അത് കണ്ടുകൊണ്ടിരിക്കുകയാണ്. കാരണം ഞാനത് തന്നെയാണ്. പിന്നെ ഞാൻ ചെയ്യുന്നത് അതിനറിയാതിരിക്കാൻ. പൂച്ച ചെയ്യുന്നതും അത് തന്നെയാണ്, പൂച്ചയായിട്ട് വന്നതും അത് തന്നെയാണ്, അതിനെ കൊണ്ട് ജയിപ്പിക്കുന്നതും അതാണ്. പിന്നെ അതറിയാത്ത കാര്യം ഈ ലോകത്തിൽ ഒന്നുമില്ല. യാതൊരു കാര്യവും അദ്ദേഹത്തിൽ നിന്നും ഒളിഞ്ഞിരിക്കുന്നില്ല. അദ്ദേഹത്തിൽ നിന്ന് ഒളിപ്പിച്ചിട്ട് ഒരു കാര്യം ഈ ലോകത്തിൽ നടക്കുന്നില്ല. ഏതെങ്കിലും ഭക്തൻ അദ്ദേഹത്തിന് എവിടെ വെച്ചെങ്കിലും ഭോജന വസ്തു നൽകുന്നതാണെങ്കിൽ അവിടെ വെച്ചു തന്നെ അത് അദ്ദേഹം ഭുജിക്കുന്നു. ഏതെങ്കിലും ഭക്തൻ അദ്ദേഹത്തിന് എന്തെങ്കിലും കൊടുക്കാൻ ഉദ്ദേശിക്കുകയാണെങ്കിൽ അവിടെ വെച്ച് തന്നെ അത് ഭുജിക്കും, അവൻ അത് ഭുജിക്കും. നമ്മളിപ്പം ദൈവത്തിന് വെച്ചു കൊടുക്കുന്നുണ്ടല്ലോ, അത് ഭുജിക്കുന്നു എന്നാണ് പറയുന്നത്, അത് തിന്നു എന്നാണ് പറയുന്നത്, തിന്നാതെ കളയുമില്ല. ഇപ്പം നമ്മൾ ബിംബം, ഇവിടെ ഒരു ബിംബം വെച്ച് പാലും പഴവും എല്ലാം വെച്ച് കൊടുക്കുകയാണ്. വേദം പറയുന്നു, ഉപനിഷത്ത് പറയുന്നു, അത് അവിടെ വെച്ച് തന്നെ അത് ഭുജിക്കുന്നു. അത് പക്ഷേ നമ്മൾ ഭുജിക്കുന്ന കാണുന്നുണ്ടോ? ഇല്ല. പക്ഷെ ഭുജിക്കുന്നുണ്ട്. എങ്ങനെ? വെച്ച് കഴിഞ്ഞിട്ട് കുറച്ച് കഴിയുമ്പോൾ നമ്മളെടുത്ത് തിന്നും. ഈ ഞാൻ ആരാണ്? ബ്രഹ്മം തന്നെയാണ്. പിന്നെ ബ്രഹ്മം തന്നെയല്ലേ തിന്നുന്നു. ഞാൻ ബ്രഹ്മമല്ലേ? പിന്നെ നമ്മൾ അജ്ഞത കൊണ്ട് അവിടെ ഏതോ ഒരു ബിംബത്തിൻ്റെ മുമ്പിൽ വെച്ചിട്ട് ഉണ്ടാക്കിയിട്ട് കൊടുക്കുന്നു. സ്വീകരിച്ചോ എന്ന് ചോദിച്ചാൽ സ്വീകരിച്ചു. അപ്പം നമ്മൾ തന്നെ തിന്ന്, അല്ല വേറെ വല്ലതും പട്ടി മാറ്റം വന്ന് തിന്ന് ആരെങ്കിലും നമ്മൾ മാറുന്ന സമയം കൊണ്ട് വല്ല പട്ടി കടിച്ചെടുത്ത് കൊണ്ടുപോയാലും പട്ടികാർ തന്നെയാണ്, ബ്രഹ്മം തന്നെയാണ്. അവിടെ വെച്ച് തന്നെ തിന്നുകയാണ്. അപ്പം ശരിയായ എൻ്റെ സൂക്ഷ്മ അർത്ഥത്തിൽ നിരീക്ഷിക്കണം. നമ്മൾ തിന്നുന്നത് തന്നെയാണ് ബ്രഹ്മം, നമ്മളും ബ്രഹ്മം തന്നെയാണ്. അതുകൊണ്ട് ആരെങ്കിലും ഭോജന വസ്തു നൽകുകയാണെങ്കിൽ അവിടെ വെച്ച് തന്നെ അത് ഭക്ഷിക്കും. അല്ലാതെ ഈശ്വരന് വരുന്ന എല്ലാത്തിലും അത് തന്നെയല്ലേ, എല്ലാം അതല്ലേ. ആ അർത്ഥത്തിൽ മനസ്സിലാക്കണം. അവൻ അവരെ രക്ഷിക്കുന്നതിലും സമർത്ഥനാണ്. അവൻ തന്നെയാണ് എല്ലാവരെയും രക്ഷിക്കുന്നത്. എന്നെ രക്ഷിക്കുന്ന ആരാണ്? അവൻ തന്നെയാണ്. ഏതെങ്കിലും ഭക്തൻ അദ്ദേഹത്തെ വിളിച്ചാൽ അദ്ദേഹം അവിടെ അതേ സമയം എത്തിച്ചേരുന്നു. ആരെങ്കിലും ഈശ്വരനെ വിളിച്ചിട്ടുണ്ടെങ്കിൽ അപ്പം ഇങ്ങനെ വലുതായിട്ട് വിളിക്കൊന്നും വേണ്ട. ഭഗവാനെ എന്ന് വിളിച്ചു കഴിഞ്ഞാൽ അപ്പം അവിടെ ഉണ്ട് എന്നാണ് പറയുന്നത്. ആര്? എൻ്റെ ഉള്ളിൽ തന്നെ ഉണ്ടല്ലോ. പിന്നെ എന്തിനായി വിളിച്ചാൽ അവിടെ തന്നെ ഉണ്ടല്ലോ. സർവ്വവ്യാപി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ വിളിച്ചാൽ ചിലവർ ഇങ്ങനെ നീട്ടി വിളിക്കും. വളരെ ശക്തിയിൽ വിളിക്കുന്ന വാവിട്ട് വിളിച്ചാൽ ഈശ്വരൻ വരുന്നതാണ് വിശ്വസിച്ചിരിക്കുന്നത്. നമ്മൾ തന്നെ ഈശ്വരനാണ്. നമ്മളുടെ ഉള്ളിലിരുന്നിട്ട് നിയന്ത്രിക്കുന്നത് ഈശ്വരനാണ്. വിളിക്കുമ്പോൾ അവിടെ ഉണ്ട്. ആ അർത്ഥത്തിലെടുത്താൽ മതി. അല്ലാതെ നമ്മൾ വിളിക്കുമ്പോൾ എവിടുന്നോ കൃഷ്ണൻ ഇങ്ങനെ രൂപത്തിൽ വന്ന്, കഥയിലുള്ള രൂപത്തിൽ വന്ന് വരുന്നത് ധരിച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ മണ്ടന്മാരും. നമുക്ക് വേദത്തെ ഒരു ചുക്കും അറിയില്ല, ഉപനിഷത്തെ അറിയില്ല. അദ്ദേഹത്തിന്റെ പരിധിയിലല്ലാത്ത ഒരു സ്ഥലവും ലോകത്തില്ല. അത് പ്രത്യേകം പറയുന്നുണ്ട്. അദ്ദേഹത്തെ അധീനതയിലില്ലാത്ത ഒരു സ്ഥലവും ലോകത്തിലില്ല. അപ്പൊ ഈ സ്ഥലം അദ്ദേഹത്തിന്റെ പരിധിയിൽ തന്നെയാണ് ഉള്ളത്. അപ്പൊ ഞാനിവിടെ വിളിച്ചാൽ അദ്ദേഹം എവിടെയുണ്ട്? ഇവിടെയുണ്ട്. അടുത്ത് പക്ഷെ ആ വിശ്വാസം വേണം. അല്ലാതെ നമ്മളെ വിശ്വസിക്കാനാണെങ്കിൽ വിളിച്ചു കഴിഞ്ഞാൽ കൃഷ്ണനായിട്ട് ഇങ്ങനെ വരണം. മറ്റേ മൈപ്പീരിയയിൽ ചൂടി
ഇങ്ങനെ വന്ന് നമ്മളെ മുമ്പിൽ വന്നാലേ നമുക്ക് വിശ്വാസമാവുള്ളൂ. ഔട്ട് നടക്കുന്ന കാര്യമല്ല. പക്ഷെ ഇത് ഉറപ്പിച്ച് പറയുന്നത് നിങ്ങൾ വിളിച്ചോ, അവിടെ ഉണ്ട് കക്ഷി. പക്ഷെ ആ അർത്ഥത്തിൽ ബുദ്ധി വികസിക്കണം. സർവ്വലോകത്തെയും സൃഷ്ടിച്ച ആ ശക്തി മനുഷ്യർക്ക് കൈകളും പക്ഷികൾക്ക് ചിറകുകളും നൽകി. ഈ പ്രപഞ്ചത്തെ മുഴുവൻ സൃഷ്ടിക്കുമ്പോഴും മനുഷ്യർക്ക് കൈയാണ് തന്നിരിക്കുന്നത്, പക്ഷികൾക്ക് അതിൻ്റെ സ്ഥലത്ത് ചിറകാണ് തന്നിരിക്കുന്നത്. എന്തിന്? ഇത്തരത്തിൽ ആവശ്യമനുസരിച്ച് ഭിന്ന ഭിന്ന സാധനങ്ങൾ അവർക്ക് നൽകിയിട്ടുണ്ട്. ഓരോ ജീവിക്കും അതിൻ്റെ ആവശ്യം അനുസരിച്ച് വേണ്ട കൊടുത്തിട്ടുണ്ട്. നമുക്ക് കൈയാണ് ആവശ്യം, പക്ഷിക്ക് ചിറകാണ് ആവശ്യം പറക്കാൻ. അതുകൊണ്ട് ചിറക് കൊടുത്തു. നമുക്ക് കൈ അധ്വാനിക്കാൻ, പാടുപെടാൻ, കഷ്ടപ്പെടാൻ കൈകൾ. അതായത് സമസ്ത ജീവജാലങ്ങളുടെയും ശക്തി. ഏതെങ്കിലും ജീവിക്ക് എന്തെങ്കിലും ഒരു കഴിവുണ്ടെങ്കിൽ അതെല്ലാം ആ പരബ്രഹ്മ പരമേശ്വരൻ നൽകിയതാണ്. ഇത് പറയാനാണ് ഇത്രയും നീട്ടി വലിച്ച് പറഞ്ഞത്. ഇനി 4 സകല ജീവജാലങ്ങളെയും തൻ്റെ ഭരണത്തിന് കീഴിൽ വെച്ച പരബ്രഹ്മ പരമേശ്വരൻ ഇന്ദ്രാദി ദേവതകളെയും സൃഷ്ടിച്ചു സംരക്ഷിക്കുന്നു. അദ്ദേഹം തന്നെയാണ് ഇന്ദ്രാദി ദേവകളെയും ഈ ലോകത്തെ മുഴുവൻ സൃഷ്ടിച്ചിട്ട് അതിനെ പരിപാലിക്കുന്ന ആ ശക്തി തന്നെയാണ് ഇന്ദ്രനെയും എല്ലാം സൃഷ്ടിച്ചിരിക്കുന്നത്. ബ്രഹ്മ വിഷ്ണു മഹേശ്വരന്മാരെ എല്ലാം സൃഷ്ടിച്ചിരിക്കുന്നത് അദ്ദേഹം തന്നെയാണ്. പ്രമോദിനെയും ബ്രഹ്മാവിനെയും എല്ലാം സൃഷ്ടിച്ചിരിക്കുന്നത് അദ്ദേഹം തന്നെയാണ്. എന്തിനാണ് പ്രമോദ് ഇതൊക്കെ പറയുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇവർക്കൊന്നും വേറെ പ്രത്യേകിച്ച് കഴിവൊന്നുമില്ല. ബ്രഹ്മ വിഷ്ണു മഹേശ്വരന്മാരെ അദ്ദേഹത്തെ എല്ലാം നിയന്ത്രിക്കുന്ന ഈ കക്ഷിയാണ്. എന്നെ നിയന്ത്രിക്കുന്ന ആ കക്ഷി തന്നെയാണ്. പിന്നെ ഞാനും ബ്രഹ്മാവും എല്ലാം തമ്മിൽ എന്താ വ്യത്യാസം? ഒരു വ്യത്യാസമില്ല. ബ്രഹ്മാവിനെ സൃഷ്ടി നടത്താൻ രാവിലെ തൊട്ട് വൈകുന്നേരം വരെ സൃഷ്ടി, രാത്രിയെല്ലാം ഉറക്കൊഴിച്ച് സൃഷ്ടിക്കലാണ് ജോലിയെങ്കിൽ എനിക്ക് എൻ്റേതായ ജോലി ചെയ്താൽ മതി, ബാക്കി സമയം കിടന്നുറങ്ങും. അപ്പം നമുക്കാണ് കുറച്ചും കൂടി സ്വാതന്ത്ര്യം വന്നിരിക്കുന്നത്. നമുക്ക് ബ്രഹ്മസാക്ഷാത്കാരം സാധിക്കാമെന്ന് പറഞ്ഞിട്ടുണ്ട്. പക്ഷേ ഈ ബ്രഹ്മാവിനും വിഷ്ണുവിനൊന്നും ബ്രഹ്മസാക്ഷാത്കാരം നേടാൻ പറ്റില്ല. അവരെല്ലാം ജോലി തീർന്നാലല്ലേ അങ്ങേക്ക് പോകാൻ പറ്റും. ജോലിപ്പാരം തീരും. അത് പ്രളയത്തിലേ നടക്കുള്ളൂ. അതുകൊണ്ടാണ് പ്രളയകാലത്ത് വിഷ്ണുവിൻ്റെ കാലും പിടിച്ചു കൊണ്ടുപോയി രുദ്രൻ എന്ന് പറയുന്നത്. അതുവരെ പാടുപെടലിന്, കഷ്ടപ്പാട് തന്നെ. നമുക്കാണ് കുറച്ചും കൂടി സ്വാതന്ത്ര്യം, സുഖം തന്നിരിക്കുന്നത്. അവനാണ് എല്ലാറ്റിൻ്റെയും അധിപനും മഹാജ്ഞാനിയും സർവജ്ഞനും. അദ്ദേഹം തന്നെയാണ് സൃഷ്ടിയുടെ ആദ്യത്തിൽ ഹിരണ്യഗർഭൻ എന്ന രൂപത്തിൽ അന്തരാമിയായിട്ട് ഒരു സൂക്ഷ്മ രൂപത്തിൽ പ്രകടമായത്. അങ്ങനെ ഹിരണ്യഗർഭനിലൂടെയാണ് ഈ സൃഷ്ടിയെല്ലാം നടത്തിയത്. അത് മുമ്പ് പറഞ്ഞു തന്നെയാണ്. ആ പരമാത്മാവിന് നമുക്ക് ആ പരമാത്മാവ് എന്ത് ചെയ്യട്ടെ? നമുക്ക് സൽബുദ്ധി നൽകട്ടെ. നമ്മളെ ബുദ്ധി നൽകുന്നതും ആ ശക്തി വിശേഷം. കാരണം എല്ലാം അദ്ദേഹം തീരുമാനിച്ചതെന്ന് ഈ പ്രമോദിന് അത്ര ബുദ്ധി വേണം, എന്തെല്ലാം കാര്യം മനസ്സിലാക്കാൻ പറ്റണം, ഇവനെ നിരീശ്വരവാദിയാക്കണോ എന്നെല്ലാം തീരുമാനിക്കുന്ന ആ ശക്തി വിശേഷമാണ്. എനിക്കെന്ത് കർമ്മ ചെയ്യാനുള്ളത് അതിനനുസരിച്ച് വിശ്വാസിയോ അവിശ്വാസിയോ എന്തെല്ലോ ആക്കും. അല്ല, അദ്ദേഹം തന്നെയാണ്. രുദ്രൻ ഭയാനകതയിൽ നിന്നും, അപ്പം ആദ്യം രുദ്രനിലൂടെയാണ് അത് പ്രകടമായത് എന്ന് പറഞ്ഞു. രുദ്രൻ എന്ന് പറഞ്ഞാൽ ആറ്റം എന്ന് പറയുന്ന ഭയങ്കരന്മാരാണ്. കാരണം ആറ്റത്തിന് ഒറ്റക്ക് നിൽക്കാൻ പറ്റില്ല. ചില ആറ്റങ്ങളുണ്ട് ഹീലിയനിയോ, അല്ലാതെ ആറ്റത്തിന് ഏറ്റവും പുറത്ത് 8 വേണം. അധികം ആറ്റത്തിനും ഇല്ല. ഹീലിയം നിയോൺ മുതലായ ഒഴിച്ച് ബാക്കി എല്ലാത്തിനും 8ൻ്റെ കുറവുണ്ട്. അപ്പോൾ അത് പെട്ടെന്നെങ്കിലും പിടിച്ചെടുക്കും. അപ്പോൾ അത് നമ്മുടെ ശരീരത്തെല്ലാം കയറി അറ്റാക്ക് ചെയ്ത് കളയും. അത്രയും ഭയാനകന്മാരാണ് ആറ്റങ്ങൾ. അതുകൊണ്ടാണ് പറയുന്നത് രുദ്രൻ ഭയാനകതയിൽ നിന്നും ശൂന്യതയിൽ പുണ്യകർമ്മത്തിൽ പ്രകാശിച്ചു തുടങ്ങട്ടെ എന്ന്. അത് അതിൻ്റെ ഭീകര രൂപം വിടുക. എപ്പോഴാണ് വിടുക? അതിനെ അതിൻ്റെ ഔട്ടർ മോസ്റ്റ് ഓർബിറ്റിൽ എടുത്താക്കാൻ വേറെ വല്ലതുമായിട്ട് കൂടിച്ചേരുമ്പോൾ അത് ശാന്തനായിട്ട് നമുക്ക് പുണ്യകർമ്മങ്ങളെല്ലാം ചെയ്യുവാൻ വേണ്ടി നമ്മളെ കൂടി ഉണ്ടാവും. ഉദാഹരണമായിട്ട് ഹൈഡ്രജൻ ഭയങ്കരനാണ്,
ഓക്സിജനും ഭയങ്കരനാണ്. പക്ഷെ ഇതെന്ത് ചെയ്യും, എട്ടാക്കാൻ വേണ്ടിയിട്ട് ഇത് രണ്ടെണ്ണോ രണ്ടായിട്ട് ഒരു ഓക്സിജൻ കൂടിച്ചേരും. അപ്പം ജലമായി തീരും. പിന്നെ ശാന്തനായി. പിന്നെ നമുക്ക് സുഖം നൽകുന്ന വസ്തുവായിട്ട് മാറി പ്രകാശിച്ചുകൊണ്ടിരിക്കും. സമസ്ത ജീവജാലങ്ങളുടെയും സൗമ്യമൂർത്തിയായ ദർശനം കൊടുക്കുന്നു. പിന്നെ അവൻ എല്ലാവർക്കും സൗമ്യ രൂപത്തിൽ ദർശനം കൊടുക്കും. ആറ്റം ഭയങ്കരന്മാരാണ്. ആറ്റങ്ങൾ പിന്നെ കൂടിച്ചേർന്നിട്ട് നല്ല സുന്ദരമായ വസ്തുക്കളായിട്ട് എന്തെല്ലാം ചക്കയും മാങ്ങയും മനുഷ്യരും കല്ല് മണ്ണ് ഇതെല്ലാം ആയിട്ട് മാറി ദർശനം കൊടുക്കുന്നു. ആ പരബ്രഹ്മ പരമേശ്വരനെ പ്രണാമം ചെയ്യുന്നു എന്ന് പറയുകയാണ്. ഇതിൽ നമ്മൾ അദ്ദേഹത്തെ പ്രണമിക്കുന്നു. ഈ എഴുതിയ ഋഷി പറയുകയാണ് നമ്മൾ അദ്ദേഹത്തെ പ്രണമിക്കുക. കാരണം രുദ്രനിലൊക്കെയാണ് ഈ പ്രപഞ്ചം ഉണ്ടായിരിക്കുന്നത്. ഭയങ്കരന്മാരായിരുന്നു. പക്ഷേ നമുക്ക് വേണ്ടിയിട്ട് പല വസ്തുക്കളായി മാറിയിട്ട് ശാന്തന്മാരായിട്ട് തീർന്നു. പർവ്വതത്തിൽ വസിച്ചുകൊണ്ട് സർവർക്കും സുഖം പ്രദാനം ചെയ്യുന്നു. പർവ്വതത്തിലാണ് വസിക്കുന്നത്. അത് നമ്മൾ പറഞ്ഞല്ലോ, ആറ്റത്തിൻ്റെ നടുവിൽ ന്യൂക്ലിയസിനാണ് പർവ്വതം എന്ന് പറയുന്നത്. ആ പർവ്വതത്തിൻ്റെ അകത്തുള്ള ശക്തി വിശേഷമാണ് രുദ്രൻ. അങ്ങ് ശാന്തനായി കൃപയോടുകൂടി ഞങ്ങളെ നോക്കിയാൽ. ആറ്റമായിരിക്കുമ്പോൾ ഭയങ്കര ക്രോധാണ്. പക്ഷെ കൂടിച്ചേർന്ന് കഴിഞ്ഞാൽ ശാന്തനായി കൃപയോടുകൂടി നമുക്ക് നമ്മളെ സഹായിക്കാൻ വേണ്ടിയിട്ട് ആറ്റങ്ങൾ. ഇതെല്ലാം കെമിസ്ട്രി പഠിച്ചവർക്ക് പെട്ടെന്ന് മനസ്സിലാവും. കൃപാലുവാകും. വെള്ളമായി തീരുന്നു, ഭക്ഷണമായി തീരുന്നു, മാങ്ങ ചക്ക എല്ലായിട്ട് തീരുന്നു, നമ്മൾ തിന്നുന്നു. നേരെ മറിച്ച് ആറ്റം രൂപത്തിലായിരുന്നുവെങ്കിൽ ഭയങ്കരന്മാരാണ്. ഒരു ഉദാഹരണമായിട്ട് മുളക് പൊടിയെല്ലാം കണ്ടിട്ടില്ലേ? ആ മുളക് പൊടിയായിരിക്കുമ്പോൾ, പച്ചമുളകായിരിക്കുമ്പോൾ നമുക്ക് എരി ഉള്ളി കണ്ണെല്ലാം പോകുകയും, പക്ഷെ കറിയായി മാറുമ്പോൾ ശാന്തനായി. പിന്നെ നമുക്ക് നല്ല ടേസ്റ്റ്. കുറഞ്ഞു പോയാൽ നമ്മൾ പറയും ഇനി എരിവില്ല. നേരെ മറ്റേ മുളക് പൊടിയാണെങ്കിൽ നമ്മളതിൻ്റെ അടുത്ത് പോകില്ല. കണ്ണിലാറ്റായാൽ ഉള്ളിയെല്ലാം മുറിക്കുമ്പോൾ അടുത്ത് പോകില്ല. നേരെ മറ്റേ കറിയിലാകുമ്പോൾ പോരാല്ലോ, ഇതിൻ്റെ അകത്ത് മുളക് കുറച്ചും കൂടിയും വേണമെന്ന് പറയും. അപ്പോൾ ശാന്തനായി കൃപയുള്ളവനായി തീരുന്നു. അതുപോലെ ആറ്റങ്ങളും ഭയങ്കരന്മാരാണ്. അതിൻ്റെ അടുത്ത് പോയി കഴിഞ്ഞാൽ നമ്മളെ തോലെല്ലാം തിന്ന് തീർത്ത് കളയും. നേരെ മറിച്ച് ആറ്റം കൂടിച്ചേർന്ന് കഴിഞ്ഞാൽ നല്ല പഴങ്ങളായിട്ടും മാങ്ങയെല്ലായിട്ടും വരും. കൃപയുള്ളവനായി ഞങ്ങളെ നോക്കിയാലും. അങ്ങനെ നമ്മളെ പരിശുദ്ധരാക്കുകയും അതുവഴി ഞങ്ങൾ അങ്ങയെ പ്രാപിക്കുവാനുള്ള അവസരം ഉണ്ടാക്കുകയും ചെയ്യണേ. എപ്പോഴാണ് അങ്ങയെ പ്രാപിക്കുക? അങ്ങയെ പ്രാപിക്കുക എന്നാണ് ആറ്റങ്ങൾ ഉപയോഗിച്ചിട്ടുള്ള വസ്തുക്കൾ നമ്മൾ ഭക്ഷിക്കുന്ന ഏതെങ്കിലും വേണ്ടിക്കെടുക്കാം. അല്ലെങ്കിൽ ഇതുവരെ പറഞ്ഞ പരബ്രഹ്മ പരമേശ്വരൻ എന്ന നിലയിലാണെങ്കിൽ അത് തന്നെ നമ്മളെ ബുദ്ധിയെ ഉണർത്തിയിട്ട് നമ്മളെ ബ്രഹ്മസാക്ഷാത്കാരത്തിലേക്ക് നയിച്ചാണ്.